ഈ കഴിഞ്ഞ നവംബർ 14 ലോക പ്രമേഹ ദിനമായി നാം എല്ലാവരും ആചരിക്കുകയുണ്ടായി. നമുക്കറിയാം, എല്ലാ വർഷവും നവംബർ 14 ലോക പ്രമേഹ ദിനമായി ആഗോളതലത്തിൽ തന്നെ നമ്മൾ ആചരിക്കുകയാണ്. ഇതിനുള്ള പ്രധാന കാരണം നവംബർ 14 എന്ന് പറയുന്നത് പ്രമേഹ രോഗ ചികിത്സയിലെ നാഴികക്കല്ലെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇൻസുലിൻ ഇഞ്ചക്ഷൻ്റെ കണ്ടുപിടുത്തം നിർവഹിച്ച 2 യുവ പ്രതിഭകളുണ്ടായിരുന്നു. അവരുടെ പേര് ഫ്രെഡറിക് ബാൻഡിങ് എന്നും ചാൾസ് ബെസ്റ്റോ എന്നും പേരുള്ള ആ യുവ പ്രതിഭകളിൽ ഫ്രെഡറിക് ബാൻഡിങ്ങിൻ്റെ ബർത്ത്ഡേ ആണ്, ജന്മദിനമാണ് നവംബർ 14. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള ആദരസൂചകമായാണ് നാം ഇന്ന് ലോകമാകമാനം നവംബർ 14 ആഗോളതലത്തിൽ തന്നെ വേൾഡ് ഡയബറ്റിസ് ഡേ അതായത് ലോക പ്രമേഹ ദിനമായി നാം ആചരിക്കുന്നത്. പ്രമേഹത്തെക്കുറിച്ച് ചർച്ച ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഒരു വ്യക്തിയെ എപ്പോഴാണ് പ്രമേഹ രോഗിയെന്ന് നിർവചിക്കുവാൻ കഴിയുക എന്നുള്ളത്. ഏറ്റവും ചുരുങ്ങിയത് അല്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. ഇനി അറിയേണ്ടത് പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് പ്രമേഹ രോഗം ബാധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്നുള്ളതാണ്. പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണങ്ങളായിട്ട് സാധാരണയായിട്ട് നമ്മൾ പറയുന്നത് അമിതമായിട്ടുള്ള ദാഹം, അതായത് എത്ര വെള്ളം കുടിച്ചാലും വീണ്ടും ദാഹിക്കുന്നൊരവസ്ഥ, അമിതമായിട്ടുള്ള വിശപ്പ്, ഒന്നിൽ കൂടുതൽ അതായത് കൂടുതൽ തവണ മൂത്രമൊഴിക്കുക, രാത്രി ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ 3, 4, 5 തവണ മൂത്രമൊഴിക്കാനുള്ള ഒരു ടെൻഡൻസി വരിക, ശരീരം ക്ഷയിച്ച് ശരീരഭാരം നഷ്ടപ്പെടുന്ന അവസ്ഥ, കൈകാലിൽ കഠിനമായ പെരുപ്പ്, മരവിപ്പ് തുടങ്ങിയ അവസ്ഥ. ചുരുക്കം ചില വ്യക്തികളിലെങ്കിലും, പ്രത്യേകിച്ച് പുരുഷന്മാരിലെങ്കിലും, ഈവൻ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്ന, ഉദ്ധാരണശേഷി കുറവായിട്ട് പോലും പ്രമേഹ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുവരാം. പക്ഷേ നാം മനസ്സിലാക്കേണ്ടത്, ഈ പറയുന്ന ലക്ഷണങ്ങളെല്ലാം തന്നെ ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം പല രീതിയിലായിരിക്കും വരുന്നത്. ചില വ്യക്തികൾക്ക് മാസങ്ങളായിരിക്കാം, ചില വ്യക്തികൾക്ക് ഈവൻ വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കാം ഈ ലക്ഷണങ്ങൾ വരുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ട ചെറിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്, ഒരു വ്യക്തിയും, നമ്മുടെ ഇടയിലുള്ള സമൂഹത്തിലുള്ള ഒരു വ്യക്തിയും പ്രമേഹ രോഗത്തെ ചികിത്സയ്ക്കായി അല്ലെങ്കിൽ പ്രമേഹ രോഗ നിർണയത്തിനായിട്ട് ലക്ഷണങ്ങൾക്ക് വേണ്ടി ഒരു കാരണവശാലും വെയിറ്റ് ചെയ്യരുത്. കാരണം ഈ ലക്ഷണങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞായിരിക്കും. ആ സമയത്ത് നമ്മുടെ പ്രമേഹ രോഗത്തിൻ്റെ സ്റ്റേജ് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലായി കാണുമായിരിക്കാം. ഈ പ്രമേഹ രോഗത്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത് വളരെ വളരെ ചിലവ് കുറഞ്ഞതും ഏറ്റവും സർവ്വസാധാരണമായി കണ്ട് എല്ലാ സ്ഥലത്തും അവൈലബിൾ ആയിട്ടുള്ളതും ഏറ്റവും ലളിതമായിട്ട് മിനിറ്റുകളോ സെക്കൻഡുകൾക്കുള്ളിൽ പരിശോധിക്കാൻ പറ്റുന്ന ഒരു പരിശോധനയാണ്. പ്രമേഹ രോഗ ചികിത്സയെ സംബന്ധിച്ച് ഒട്ടനവധി ഔഷധങ്ങൾ പുതുതായിട്ട് നമ്മുടെ വിപണിയിൽ ദിനം പ്രതി വന്നുകൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് നമുക്കറിയാം, പ്രമേഹ രോഗ ചികിത്സയ്ക്കായിട്ട് ഇൻസുലിനും 1-2 ഔഷധങ്ങൾ മാത്രമുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് ഇന്ന് ഒട്ടനവധി ഔഷധങ്ങൾ ഓരോ വ്യക്തിക്കും അനുസൃതമായിട്ടുള്ള, ഓരോ വ്യക്തിക്കും ഏത് രീതിയിലാണോ സ്യൂട്ട് ചെയ്യുന്ന ആ രീതിയിലുള്ള ഔഷധങ്ങൾ ഇന്ന് പ്രമേഹ രോഗ ചികിത്സയിൽ നിന്ന് ഓരോ ദിനം പ്രതി തന്നെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് പ്രമേഹ രോഗ പരിശോധനാ രീതികളും. പണ്ട് നമുക്കറിയാം, മൂത്രത്തിലെ പഞ്ചസാരയുടെ പരിശോധനയും രക്തത്തിലെ പഞ്ചസാരയുടെ പരിശോധനയും മാത്രമായിരുന്നു പണ്ട് കാലത്തുണ്ടായിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ അതല്ല. അതിനുശേഷം SMBG, സെൽഫ് മോണിറ്ററിംഗ് ഓഫ് ബ്ലഡ് ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം, അതായത് ഒരു വ്യക്തി സ്വയം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗ്ലൂക്കോമീറ്റർ എന്ന ഉപകരണം നോക്കി പരിശോധിച്ച് അത് ഡോക്ടറുമായിട്ട് ചർച്ച ചെയ്ത് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യുന്ന രീതി, 24 മണിക്കൂറും തുടർച്ചയായി രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്ന അല്ലെങ്കിൽ നിർണ്ണയിക്കുന്ന ഉപകരണമായ CGMS, കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിംഗ് സിസ്റ്റം. അത്തരം ഉപകരണം വെച്ച് നമുക്ക് തുടർച്ചയായിട്ട് 3 ദിവസം മുതൽ 5 ദിവസം വരെയുള്ള രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമുക്ക് ഓരോ ഫിക്സഡ് ടൈമിൽ, ഉദാഹരണത്തിന് ഓരോ 15 മിനിറ്റ് തോറും അല്ലെങ്കിൽ ഓരോ 5 മിനിറ്റ് തോറും നമുക്കത് പരിശോധിക്കാവുന്നതാണ്. ഈ 3 ദിവസം കൊണ്ട് ഏറെക്കുറെ 800-ലേറെ രക്തത്തിലെ മോർ ദാൻ 800 ടൈംസ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമുക്ക് അറിയുവാനുള്ള അവസരം ഈ പരിശോധനയിൽ നിന്നുണ്ട്. ഈ വളരെ അടുത്ത കാലത്ത് തന്നെ ഈ CGMSനെയും മാറ്റിമറിച്ചുകൊണ്ട് തുടർച്ചയായിട്ട് 10-15 ദിവസം, 2 ആഴ്ച വരെ തുടർച്ചയായിട്ട് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്ന പുതിയൊരു സിസ്റ്റം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയുണ്ടായി. ഇപ്പം നമ്മുടെ മനസ്സിൽ സാധാരണ ഉദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഏതിൽ കൂടുതൽ വർദ്ധിക്കുമ്പോഴാണ് ഒരു വ്യക്തിയെ പ്രമേഹ രോഗി എന്ന് പറയുന്നത്? സാധാരണ രീതിയിൽ ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വെറും വയറ്റിൽ 100-ൽ താഴെയും, അതായത് ആഹാരമൊന്നും കഴിക്കാതെ 8 മുതൽ 12 മണിക്കൂർ വരെ ഇരിക്കുന്ന അവസ്ഥയിൽ 100-ൽ താഴെയും, ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 140-ൽ താഴെയുമാണ് സാധാരണ ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ്. എപ്പോഴാണോ ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വെറും വയറ്റിൽ 126 അതിൽ കൂടുകയോ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ 200 അതിൽ കൂടുകയോ ചെയ്താൽ
ആ വ്യക്തിയെ നമുക്ക് പ്രമേഹ രോഗി എന്ന് നിർവചിക്കാം. ഇതോടൊപ്പം മറ്റൊരു ക്രൈറ്റീരിയയും കൂടിയുണ്ട്. HbA1c എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഒരു പരിശോധനയാണത്. HbA1c എന്ന പരിശോധന കഴിഞ്ഞ 3 മാസത്തിലെ ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ ആകെ തുക അല്ലെങ്കിൽ ആകെ അളവ് അല്ലെങ്കിൽ ആവറേജ് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. കഴിഞ്ഞ 3 മാസത്തിലെ ആവറേജ് ബ്ലഡ് ഷുഗർ അറിയുവാനുള്ള പരിശോധനയുടെ പേരാണ് HbA1c പരിശോധന. ഈ പരിശോധന 6.5 അതിൽ കൂടിയാലോ ആ വ്യക്തിയെ നമുക്ക് പ്രമേഹ രോഗി എന്ന് നിർവചിക്കാം. ഓരോ പുതിയ ഔഷധങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് പ്രമേഹ രോഗ ചികിത്സയ്ക്കായിട്ട് നമുക്കിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഏറ്റവും പുതിയൊരു ഔഷധത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ടുണ്ട്. ഈ ആഴ്ചകൾക്ക് മുമ്പോ അല്ലെങ്കിൽ മാസങ്ങൾക്ക് മുമ്പോ ഇറങ്ങിയ ഔഷധമാണ്. ആ ഔഷധം SGLT2 ഇൻഹിബിറ്റർ എന്ന പേരിൽ രാസനാമത്തിൽ അറിയപ്പെടുന്ന ഔഷധമാണ്. SGLT2 ഇൻഹിബിറ്റേഴ്സ് എന്നാണ് അതിൻ്റെ രാസനാമം. ഈ ഔഷധങ്ങളുടെ ഒരു പ്രത്യേകത, സാധാരണ പ്രമേഹ രോഗത്തിന് കിട്ടുന്ന ഔഷധങ്ങളായ ഇൻസുലിൻ അല്ലെങ്കിൽ സൾഫോനിലൂറിയ അല്ലെങ്കിൽ പയോഗ്ലിറ്റസോൺ അല്ലെങ്കിൽ സർവ്വസാധാരണമായി നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഔഷധങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുമെങ്കിലും ഒരു വ്യക്തിയുടെ ശരീരഭാരം കൂട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ബ്ലഡ് ഷുഗർ കുറയ്ക്കുമെങ്കിലും ബോഡി വെയ്റ്റ് കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പം പറഞ്ഞ ഏറ്റവും പുതിയ ഔഷധങ്ങളായ SGLT2 ഇൻഹിബിറ്റേഴ്സിൻ്റെ ഔഷധങ്ങളുടെ ഒരു പ്രത്യേകത, ഈ ഔഷധങ്ങൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ശരീരഭാരവും ഒരു പരിധിവരെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. അതായത് ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ബോഡി വെയ്റ്റ് ഒരു പരിധിവരെ കുറയ്ക്കുന്നു എന്നുള്ളതാണ്. ഈ ഔഷധങ്ങൾ ആക്ട് ചെയ്യുന്ന അത് പ്രവർത്തിക്കുന്നത് ഈ രക്തത്തിലെ ഈ ഗ്ലൂക്കോസ് നമ്മൾ യൂറിനിൽ കൂടി മൂത്രത്തിൽ കൂടി ആ ഗ്ലൂക്കോസ് വെളിയിൽ പുറന്തള്ളിക്കൊണ്ട്, അതായത് ആ യൂറിനിൽ കൂടി ഷുഗർ വെളിയിൽ കളഞ്ഞുകൊണ്ടാണ് ഈ ഔഷധങ്ങൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരഭാരം അതനുസരിച്ച് കുറയുവാനും ഒരു പരിധിവരെ ബ്ലഡ് പ്രഷറിന് ചെറിയൊരു റിഡക്ഷൻ വരുവാനും എല്ലാം ഈ ഔഷധം കൊണ്ട് നമുക്ക് ഗുണകരമാണ്. നമുക്ക് പ്രമേഹ രോഗത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രമേഹം ലോകമാകമാനം ഒരു രീതിയിൽ അല്ലെങ്കിൽ എല്ലാ വ്യക്തികൾക്കും വരുന്നത് ഒരു രീതിയിലുള്ള പ്രമേഹമാണെന്ന് നമുക്കൊരു ധാരണയുണ്ട് ചിലർക്കെങ്കിലും. എന്നാൽ അത് ശരിയല്ല. പ്രമേഹം പല രീതിയിലുണ്ട്. ഉദാഹരണത്തിന് ടൈപ്പ് 1 എന്ന് പറയുന്ന പ്രമേഹ രോഗം കൊച്ചുകുട്ടികളുടെ, സാധാരണഗതിയിൽ 30 വയസ്സിന് താഴെ കൊച്ചുകുട്ടികൾ വരുന്ന ജീവിതശൈലിയിലുള്ള വ്യതിയാനങ്ങൾ കൊണ്ടൊന്നും അല്ലാതെ മറ്റ് ചില കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗമാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. അത് സാധാരണഗതിയിൽ കൊച്ചുകുട്ടികളിലാണ് വരുന്നത്. ഇത്തരം കുട്ടികൾക്ക് നമുക്ക് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ്റെ സഹായം നമുക്ക് വേണ്ടി വരാവുന്നതാണ്. നമ്മുടെ ഇടയിൽ ലോകമാകമാനം തന്നെ ഏറ്റവും കൂടുതൽ കാണുന്ന 95% കാണുന്ന പ്രമേഹ രോഗവും ടൈപ്പ് 2 പ്രമേഹ രോഗം, അതായത് മുതിർന്നവരിൽ വരുന്ന 30 വയസ്സിന് ശേഷം വരുന്ന പ്രമേഹ രോഗമാണ് ടൈപ്പ് 2. എന്നാൽ എല്ലാവരിലും ഇത് ആപ്ലിക്കബിൾ ആവണമെന്നില്ല. എല്ലാവരിലും 30 വയസ്സിൽ മുകളിൽ ആവണമെന്നില്ല. 30 വയസ്സിൽ താഴെ ഉള്ളവർക്കും ടൈപ്പ് 2 പ്രമേഹം വരാം. ഇതാണ് ജീവിതശൈലിയിൽ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രമേഹ രോഗമാണ് ടൈപ്പ് 2 പ്രമേഹം. ഇതിലാണ് നമ്മുടെ ജീവിതശൈലിയിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്ന 95% പ്രമേഹ രോഗികളും ടൈപ്പ് 2 പ്രമേഹ രോഗമുള്ളവരാണ്. അവരാണ് ജീവിതശൈലിയിലുള്ള വ്യതിയാനങ്ങൾ തിരുത്തി പ്രമേഹ രോഗം നമുക്ക് ഏറെക്കുറെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നത്. ഇനി മറ്റ് ചില വിഭാഗക്കാരുണ്ട്. ഉദാഹരണത്തിന് പ്രഗ്നൻസി ടൈമിൽ, ഗർഭാവസ്ഥയിൽ ഗർഭിണികളായിരിക്കുന്ന സ്ത്രീകളിൽ ചിലപ്പോൾ പ്രമേഹ രോഗം കണ്ടുവരാം. അവർക്ക് പെക്യൂലിയർ ചില പെത്തോളജി കൊണ്ട് ആ സമയത്ത് പ്രമേഹ രോഗം കണ്ടുവരാം. അത് നമ്മുടെ പ്രസവത്തോടു കൂടി പലർക്കും ആ പ്രമേഹ രോഗം ഏറെക്കുറെ ക്ലിയർ ആവുകയും, പക്ഷേ അത്തരക്കാർക്ക് ഭാവിയിൽ പിന്നീട് പ്രമേഹ രോഗം വരുവാനുള്ള സാധ്യത മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് ഇരട്ടി സാധ്യത ഉള്ള ഒരു ഗ്രൂപ്പാണ് ഈ ഗർഭിണികളിൽ വരുന്ന പ്രമേഹ രോഗം. അതായത് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് എന്ന് നമ്മൾ പറയപ്പെടുന്ന പ്രമേഹ രോഗം. ഇനി മറ്റ് ചില കാരണങ്ങൾ കൊണ്ട് മറ്റ് ചില പ്രമേഹ രോഗം വരാം. വേറെ ചില ഉദാഹരണത്തിന് നമ്മുടെ ചില ഇനം ഔഷധങ്ങൾ, ഉദാഹരണത്തിന് സ്റ്റിറോയിഡ് പോലുള്ള ഔഷധങ്ങൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ പ്രമേഹ രോഗം വരാം. പാങ്ക്രിയാസ് ഗ്രന്ഥിയിൽ കല്ല് കൊണ്ട് സ്റ്റോൺ ഉണ്ടെങ്കിൽ അത് കാരണം വരാം. പാങ്ക്രിയാസിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ അത് കാരണം വരാം. മറ്റ് അസുഖങ്ങൾ, ഉദാഹരണത്തിന് കുഷിംഗ് സിൻഡ്രോം പോലുള്ള എൻഡോക്രൈൻ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് പ്രമേഹ രോഗം വരാം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, പ്രമേഹ രോഗം എന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാ സ്ഥലത്തും എല്ലാ ആൾക്കാരിലും ഒരുപോലെ കാണുന്ന ഒരേ രീതിയിലുള്ള രോഗമല്ല പ്രമേഹം. ഓരോ വ്യക്തികളിലും ചിലപ്പോൾ അതിൻ്റെ വ്യത്യാസം കാണും. ഇപ്പോൾ ഗർഭാവസ്ഥയിലുള്ള പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സ തീർത്തും വ്യത്യാസമാണ്. ടൈപ്പ് 1 കുട്ടികളിലുണ്ടാകുന്ന പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സ തികച്ചും വ്യത്യാസമാണ്. ഏറെക്കുറെ എല്ലാവർക്കും കാണുന്ന ടൈപ്പ് 2 പ്രമേഹ രോഗികൾക്കുള്ള ചികിത്സ പോലും ഓരോ വ്യക്തിയെ അനുസരിച്ചായിരിക്കും, ആ വ്യക്തിയുടെ വരുന്ന പ്രസൻറ്റേഷൻ അനുസരിച്ചായിരിക്കാം നമ്മൾ
പ്രമേഹ രോഗത്തിൻ്റെ ചികിത്സ നിർണ്ണയിക്കുന്നത്. പ്രമേഹ രോഗത്തിൻ്റെ പരിശോധനകളെപ്പറ്റി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരേണ്ടത് പ്രമേഹ രോഗം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയത് തന്നെ ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് വർദ്ധിക്കുന്ന അവസ്ഥയാണ് പ്രമേഹം. അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടതും ഒരു വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് തന്നെയാണ്. ഇത് പരിശോധിക്കാൻ പല രീതിയുണ്ട്. പണ്ട് കാലത്ത് നമ്മൾ പരിശോധിച്ചിരുന്നത് മൂത്രത്തിലെ നമ്മുടെ പഞ്ചസാരയുടെ അളവ് പരിശോധനയാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുന്ന രീതി സാധാരണഗതിയിൽ 2 നേരം, അതായത് രാവിലെ വെറും വയറ്റിൽ, രാവിലെ ആഹാരം എഴുന്നേറ്റുടനെ ആഹാരമൊന്നും കഴിക്കാത്ത അവസ്ഥയിൽ കഴിക്കുന്നതിന് മുമ്പ് നമ്മൾ ലബോറട്ടറിയിൽ പോയി ബ്ലഡ് നോക്കുക, ബ്ലഡിലെ ഷുഗറിൻ്റെ അളവ് നോക്കുക. അത് കഴിഞ്ഞ് ആഹാരം കഴിച്ച് 2 മണിക്കൂറാകുമ്പോൾ വീണ്ടും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പരിശോധിക്കുക. ഇതായിരുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് വരെ നിലവിൽ നിന്ന രീതി. എന്നാൽ ഇന്നിതിപ്പം കാലോചിതമായി അതിന് ഒരുപാട് മാറ്റം വന്നു. കാരണം ഈ പരിശോധന കൊണ്ട് നമുക്ക് പലപ്പോഴും സംഭവിക്കുന്നത്, പലപ്പോഴും നമുക്കറിയാം, ഇപ്പോൾ എൻ്റെ തന്നെ രോഗികളുടെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഡോക്ടറെ കാണാൻ വരുന്ന അവസരത്തിൽ ഡോക്ടർ ചിലപ്പോൾ വഴക്ക് പറയും, അല്ലെങ്കിൽ ഡോക്ടർ ദേഷ്യപ്പെടും എന്നുള്ളത് കൊണ്ട് അവർ തലേന്ന് ചിലപ്പോൾ ആ ഭക്ഷണം കുറച്ച് കഴിച്ചിട്ടായിരിക്കും പിറ്റേന്ന് പരിശോധന നടത്തുന്നത്. അല്ലെങ്കിൽ തലേന്ന് ചിലപ്പോൾ ഇൻസുലിൻ്റെ അളവ് 2 യൂണിറ്റ് സ്വയം കൂട്ടിയെടുത്തിട്ടായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്ന അവസരത്തിൽ പിറ്റേന്നത്തെ രാവിലത്തെ പരിശോധനാ ഫലം ചിലപ്പം ബ്ലഡ് ഷുഗർ നോർമലായി കണ്ടെന്ന് വരാം. അപ്പോൾ ആ അവസ്ഥയിൽ ഡോക്ടറിന് അതേ മരുന്ന് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞെന്ന് വരാം. പക്ഷേ ഇവൻച്വലി ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത് നമ്മുടെ രോഗിക്ക് തന്നെയായിരിക്കാം. അപ്പോൾ ഇത്തരം ഒരവസ്ഥയിലാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ 3 മാസത്തെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൻ്റെ പരിശോധന ആയ HbA1c പരിശോധനയുടെ ഗുണം നമുക്ക് ലഭ്യമാകുന്നത്. ഈ HbA1c പരിശോധനയുടെ ഒറ്റ പരിശോധന കൊണ്ട് ഒരു ഡോക്ടറിന് ആ ഡോക്ടറുടെ ചികിത്സയിലിരിക്കുന്ന ഒരു രോഗിയുടെ കഴിഞ്ഞ 3 മാസത്തെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എത്രയാണെന്ന് ഉള്ള ഒരു റഫ് എസ്റ്റിമേറ്റ് നമുക്ക് കിട്ടുന്നതാണ്. ഉദാഹരണത്തിന് HbA1cയുടെ നോർമൽ അളവ്, സാധാരണ അളവ് 5.7 താഴെയാണ്. 6.5 കഴിയുമ്പോഴാണ്, 6.5 ആവുകയോ അത് കഴിയുമ്പോഴാണ് ഒരു വ്യക്തിയെ നമുക്ക് പ്രമേഹ രോഗിയെ നിർവചിക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ചികിത്സയിലിരിക്കുന്ന എല്ലാ പ്രമേഹ രോഗികളും അവരുടെ ഈ പറയുന്ന HbA1c പരിശോധന 6.5 അല്ലെങ്കിൽ ഏറ്റവും കൂടിയെന്നുള്ള ലെവലിൽ 7 താഴെ നിലനിർത്തേണ്ടതാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ A1c 9, 10, 11 എന്ന് മനസ്സിലാക്കി ആ വ്യക്തിയുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നമുക്ക് മനസ്സിലാക്കാം. 200 ആണോ 280 ആണോ കഴിഞ്ഞ 3 മാസങ്ങളിൽ 300 ആണോ എന്നുള്ള രീതിയിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അത് HbA1c പരിശോധന ഇന്ന് നമ്മുടെ പ്രമേഹ രോഗ ചികിത്സയിലെ ഏറ്റവും അവിഭാജ്യമായ ഒരു പരിശോധനകളിലൊന്നാണ് HbA1c പരിശോധന.